ഹായ്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് UK ഇപ്പോൾ ഒരുപാട് ഇമിഗ്രേഷൻസിനും അല്ലെങ്കിൽ ഇമിഗ്രൻസിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ടല്ലോ. ഇസ് UK സേഫ് എന്ന് ചോദിച്ചുകൊണ്ട്. സോ ആസ് പെർ മൈ അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റും ഇമിഗ്രൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതല്ല. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആൻഡ് അഗെയിൻസ്റ്റ് ദ റെഫ്യൂജി സീക്കേഴ്സ്. ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസൈലം സീക്കേഴ്സ്, ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ കുറച്ചായിട്ട് ഈ പ്രൊട്ടസ്റ്റ് നടക്കാൻ ഒരു മെയിൻ റീസൺ ഉണ്ട്. ആൻഡ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എലോൺ മസ്ക് ആളുടെ എക്സിൽ, അതായത് പണ്ടത്തെ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് മെൻഷനിങ് ഗ്രൂമിങ് ഗ്യാങ്സ് ഇൻ UK. ഹാവ് യു ഹേർഡ് അബൌട്ട് ദ ഗ്രൂമിങ് ഗ്യാങ്സ്? ഇറ്റ് ഈസ് ഫോർ റിയൽ. അതായത് 2014 ഡോക്ടർ അലക്സിസ് ജെ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരൻ, ആള് ഒരുപാട് ചൈൽഡ് വെൽഫെയർ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആളൊരു ഇൻഡിപെൻഡന്റ് ഇൻക്വയറി ഫോർ ചൈൽഡ് അബ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് ഇറക്കുകയാണ്. അതിൽ 159 പേജുള്ള റിപ്പോർട്ടാണിത്. റോത്തർഹാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയൊരു സിറ്റി, അല്ലെങ്കിൽ ഒരു വില്ലേജ് അല്ല, ഒരു സിറ്റി, അവിടെ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ് ആ റിപ്പോർട്ടിൽ ആൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ ആ 159 പേജുള്ള റിപ്പോർട്ടിൽ പറയുന്നത് ആ ചെറിയൊരു സ്ഥലത്ത് 1700 പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് പെൺകുട്ടികളാട്ടോ, സ്ത്രീകളല്ല, പെൺകുട്ടികൾ ഫ്രം ദ ഏജ് ഓഫ് 6 to 14. ഈ പ്രായത്തിനിടയ്ക്കുള്ള പെൺകുട്ടികളെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസിഡൻസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി അബ്യൂസ് ചെയ്യപ്പെട്ട എല്ലാ പെൺകുട്ടികളും ബ്രിട്ടീഷാണ്. അബ്യൂസ് ചെയ്ത എല്ലാവരും പാകിസ്ഥാനി മെന്നാണ്. സോ അവിടെ നടക്കുന്നത് തങ്ങളുടെ കൾച്ചറിൽ നിന്ന് വരാത്ത, അല്ലെങ്കിൽ അവരവരുടെ കൾച്ചറിൽ നിന്നല്ലാത്ത, അല്ലെങ്കിൽ മതപരമായ വിശ്വാസം ഫോളോ ചെയ്യാത്ത കുട്ടികളെ, അതായത് അവരുടെ ഫാമിലിയിൽ നിന്നുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്യാണ്. ആൻഡ് ആ റേപ്പിന്റെ സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റേപ്പ് വിക്ടിംസ് ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ പേടിച്ചു പോകും. നമ്മൾ എങ്ങനെ ഇവിടെ ഒരു പെൺകുട്ടിനെ പുറത്തിറക്കി വിടുക എന്നുള്ള രീതിക്ക് അത്രയ്ക്ക് അൺസേഫ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോവാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അതിൽ പറയുന്നത് പെൺകുട്ടികൾ പലരും. സോ ആ ഒരു ഇത് പുറത്ത് വന്നപ്പം, ആ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് പിന്നെ എങ്ങനെയൊക്കെയോ അത് കുറേ കാലം എൻക്വയറി എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷേ ഇപ്പം റീസെൻ്റ് ആയിട്ട് ജാനുവരിയിൽ എലോൺ മസ്ക് ഇട്ട പോസ്റ്റിൽ ആൾ ഗ്രൂമിങ് ഗ്യാങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ആളുടെ ഒരു പോസ്റ്റ് പ്രകാരം 10 ലക്ഷത്തോളം പെൺകുട്ടികൾ മൊത്തം UK എഫക്റ്റ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ബട്ട് ആസ് പെർ ഗവൺമെന്റ് റെക്കോർഡ് അത് 2,50,000 കുട്ടികളുടെ അടുത്ത് എഫക്റ്റ് ആയിട്ടുണ്ടെന്ന് ഗവൺമെന്റ് തന്നെ സമ്മതിക്കുന്നുണ്ട്. സോ ഇത്രയും കേൾക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തതായിട്ട് അറിയപ്പെടുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കുട്ടിക്ക്, ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ നെയ്ബേഴ്സിൻ്റെയോ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുമ്പോൾ, ദെൻ ദീസ് പീപ്പിൾ ഡോണ്ട് ഫീൽ സേഫ് എനിമോർ. അവരുടെ സ്വന്തം രാജ്യത്ത് അവർ സേഫ് ഇല്ലാതെയാണ്, സേഫ്റ്റി ഫീൽ ചെയ്യുന്നില്ല. സോ അതാണ് ഈ പ്രൊട്ടസ്റ്റുകളുടെ മെയിൻ റീസൺ. സോ ഇത് എങ്ങനെയാണ് നമുക്ക് അല്ലെങ്കിൽ ഇന്ത്യൻസിന് പ്രോബ്ലം വരുന്നത് ഞാൻ പറഞ്ഞുതരാം. മോസ്റ്റ്ലി ഇവർക്ക് ആർക്കും വന്നിട്ട് പാകിസ്ഥാനിയാണ്, ഇന്ത്യനാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശിയാണെന്നൊന്നും ഇവർക്ക് അറിയില്ല. ദേ ജസ്റ്റ് ഐഡന്റിഫൈ യു ആസ് സൗത്ത് ഏഷ്യൻസ്. അതായത് ഒരേ സ്കിൻ ടോൺ, ഒരേ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള നമ്മളെല്ലാവരും അവർക്ക് സൗത്ത് ഏഷ്യൻസ് ആണ്. സോ ദേ ഡോണ്ട് നോ വെദർ യു ആർ ഫ്രം പാകിസ്ഥാൻ ഓർ അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, എവിടെ നിന്നൊന്നും അവർക്ക് അറിയില്ല. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിയർ ആയി മാറും. ദെൻ വി ഹാവ് ടു സിറ്റ്. നമുക്ക് ആ ഫിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് പറയണം, അല്ല ഞങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവരല്ല, ഞങ്ങൾ ആ രാജ്യത്ത് നിന്ന് വരുന്നവരല്ല എന്നുള്ളത് നമ്മൾ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് ഇവിടെ. സോ ദിസ് ഈസ് ദ മെയിൻ റീസൺ ഫോർ ദീസ് പ്രൊട്ടസ്റ്റ്. സോ ലീഗൽ ഇമിഗ്രൻസ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പഠിക്കാൻ വരുന്നവരോ ജോലിക്ക് വരുന്നവരോ ഈ ഒരു പ്രൊട്ടസ്റ്റ് കാരണം ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ആൻഡ് ഇമിഗ്രൻസിന് ഇപ്പോൾ ജോലി കൊടുക്കാതിരിക്കുന്ന, വിസ കൊടുക്കാതിരിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് അനദർ സ്റ്റോറി. ബട്ട് ഫോർ ദിസ് പ്രൊട്ടസ്റ്റ്, ദിസ് ഈസ് ദ ട്രൂത്ത്. സോ ഐ ഹോപ്പ് ദിസ് ഹെൽപ്പ് യു ടു ക്ലാരിഫൈ. ബൈ ബൈ.